ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കാം. നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ നന്നായി തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഒരു 5 സബോള, ക്യാപ്സിക്കം, ഒരു 4 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒന്ന് ചതഞ്ഞെടുത്താൽ മതി. പിന്നെ ഇത് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ സബോള 2 ഇതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും മറ്റേത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള ആദ്യം നന്നായി വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കാണ്ട് അത് ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ആ കോരി എടുത്ത വെളിച്ചെണ്ണയിൽ നമുക്ക് സവോള വഴറ്റാൻ ഇട്ടുകൊടുക്കാം. സവോള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി വഴണ്ടി വരണം കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഏത് കമ്പനിയുടെ ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ടി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക്. ഇപ്പം നല്ല മസാല നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ നമ്മൾ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചതാണ്. അതിപ്പോൾ മസാല നന്നായി വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി അതിലേക്ക് ഇടുന്ന് ഒന്ന് ചെമ്മീൻ വേവണം കേട്ടോ. ചില ആൾക്കാർ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കും. നമ്മളിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10-25 മിനിറ്റോളം ഗ്യാസ് സ്പീഡ് കുറച്ച് വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. നന്നായി മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്. ചോറിന് വെള്ളം മറ്റേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിന്റെ വെള്ളത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കാൻ വെക്കുക. ഇപ്പം നമ്മുടെ ചെമ്മീന് നന്നായി സെറ്റായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ബിരിയാണിയുടെ അരി എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അതൊരു 1/2 മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇപ്പം നമ്മൾ ആ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവണം. ചോറ് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. 1 കിലോ അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കിലോ അരി ഇട്ടിട്ടാണ് ആക്കുന്നത് കേട്ടോ. ചോറ് നമുക്ക് പാത്രത്തിലേക്ക് ദമ്മിന് വേണ്ടി മാറ്റിയിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് വറുത്ത് വെച്ച സബോളയും പിന്നെ മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രേവി ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച്. പിന്നെ നമ്മുടെ എസൻസ് ആണിത്. ഇത് ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി, നമ്മൾ ഓരോരുത്തരും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് RKG ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലെയർ ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിൽ നമ്മൾ മസാല ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മളെ ബിരിയാണി സെറ്റായി. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.